മഴക്കാലം എത്തിയതോടെ ദുരിതത്തിലാണ് ഇടുക്കി പീരുമേട് തേയിലത്തോട്ടം മേഖലയിലെ തൊഴിലാളികൾ. ഏത് നിമിഷവും തകർന്നു വീഴാറായ ലയങ്ങളിലാണ് തൊഴിലാളികൾ കഴിയുന്നത്. 20 വർഷം മുമ്പ് അടച്ച ബോണാമി തോട്ടത്തിലെ ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പോലും സമീപകാലത്തൊന്നും നടന്നിട്ടില്ല. പീരുമേട് ബോണാമിയിലെ MMJ പ്ലാന്റേഷന്റെ തേയിലത്തോട്ടം 20 വർഷം മുമ്പാണ് ഈ തോട്ടം അടച്ചത്. തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിനും 2 പതിറ്റാണ്ടിന്റെ പഴക്കം. ഇടിഞ്ഞു വീഴാറായ ലയങ്ങൾ മഴ പെയ്താൽ ഇവ ചോർന്നൊലിക്കും. കാലവർഷത്തിന് മുന്നോടിയായി മേൽക്കൂരയിൽ പ്ലാസ്റ്റിക് പടുത വലിച്ചു കെട്ടുകയാണ് പലരും. ഇടിഞ്ഞു വീഴാറായ കൂരകൾക്ക് കീഴിൽ ജീവൻ പണയം വെച്ചാണ് ഇവരുടെ ജീവിതം. വർഷകാലത്തിൽ വന്ന 3 മാസം ഞങ്ങൾ ജീവനെ കൈ കൊണ്ടാണ് നടക്കുന്നത്. അകത്ത് കിടക്കാനും പറ്റിയല്ല. ഏത് സമയം കാറ്റും മഴയും ഇടിയും വന്നാലും ഞങ്ങൾ എഴുന്നേറ്റ് ഇരുന്ന് ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാത്രി ഉറക്കമില്ല. മഴ വന്നാൽ രാത്രി ഉറക്കമില്ല. ഉറങ്ങാൻ പറ്റിയല്ല. അവിടെ ഇരുന്ന് ഉറങ്ങാൻ പറ്റിയല്ല. കാറ്റ് അതുപോലെ വരുന്നുണ്ട്. ഇടിഞ്ഞു വീണ ഭിത്തികൾക്കിടയിലൂടെ ഇഴജന്തുക്കൾ ലയത്തിനുള്ളിലെത്തും. വീടിനേക്കാൾ സുരക്ഷിതത്വം പുറത്താണ്. ഒരു രാഷ്ട്രീയക്കാരൊന്നും നോക്കുന്നില്ല, ഒരു ഗവൺമെൻറ് അന്വേഷിക്കുന്നില്ല, ഒരു കമ്പനിക്കാർ അന്വേഷിക്കുന്നില്ല. പിന്നെ പണിയില്ലാതെ പട്ടിണിയുമാണ്. ചില സമയത്തിൽ പട്ടിണിയുമാണ്. ചില സമയങ്ങളിൽ പിള്ളേർ ഞങ്ങളൊക്കെ പട്ടിണി കിടക്കുന്നുണ്ട്. റേഷന് ക്ലിയറായിട്ടുള്ള റേഷനും കിട്ടുന്നില്ല. റേഷൻ വന്നിട്ട് അവർ തരുന്നത് ഞങ്ങൾക്ക് തികയത്തില്ല. അതും മണ്ണും കുപ്പയും കുളയുമുള്ള റേഷനാണ് കൊണ്ട് തരുന്നത്. അതുകൊണ്ട് തികയുന്നില്ല. പഞ്ചസാര കിട്ടുന്നില്ല. അപ്പം ഞങ്ങളുടെ സ്ഥിതി വന്നിട്ട് ഈ എസ്റ്റേറ്റിലെ സ്ഥിതി വന്നിട്ട് വളരെ മോശമാണ്. സർക്കാരും തോട്ടം മാനേജ്മെന്റും ഇവരെ തിരിഞ്ഞു നോക്കാറില്ല. എല്ലാ മഴക്കാലത്തും ലയങ്ങൾ ഇടിഞ്ഞു വീണുള്ള ദുരന്തങ്ങൾ പീരുമേട്ടിൽ പതിവാണ്. എന്നാൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ആരും സ്വീകരിക്കാറില്ല. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.